അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം എൻ്റെ അമ്മ ഇല്ലാത്തൊരു ദിവസം ബദ്രി ബേബീൻ്റെ മീൽ പ്രെപ്പ് എങ്ങനെയാണെന്നൊന്ന് കണ്ടാൽ, അമ്മ ഉണ്ടെങ്കിൽ അമ്മയാണല്ലോ ചെയ്യുക. അപ്പം ഞാനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഗോപുവാണ് ബേബി സിറ്റർ. അപ്പം ഞാൻ ബദ്രി ബേബിക്ക് മുട്ട പൊരിക്കാൻ വേണ്ടി തുടങ്ങി. ആക്ച്വലി സണ്ണി സൈഡ് അപ്പാണ് ഞാൻ കൊടുക്കുന്നത്. ബിക്കോസ് ബോയിൽഡ് എഗ്ഗാണ് കുറച്ചുകൂടി ഹെൽത്തി. പക്ഷേ ബോയിൽഡ് എഗ്ഗ് ആശാൻ്റെ മൂക്കിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ആശാൻ കണ്ടം വഴി ഓടും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അവന് ഇഷ്ടമല്ല ആ സ്മെല്ല്. അപ്പം ഞങ്ങൾ മീൽ പ്രിപ്പ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ നല്ല വൈബാക്കിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതാണ് ഞാൻ കൊടുക്കുക. ചോറ് ആൾ തീരെ കഴിക്കില്ല. എപ്പോഴത്തേക്കും ആൾക്ക് ഛർദിയും ഓക്കാനും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ബദ്രി ബേബിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നത് ചേനയും ചേമ്പും എഗ്ഗുമാണ്. അപ്പം ഈ ചേനയും ചേമ്പിനും എല്ലായിടത്തും ഇത് തന്നെ പറയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞങ്ങളത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ആൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തരക്കേടില്ലാതെ വലിയ ഇഷ്ടമായതുകൊണ്ട് ആളെ സുഖമായിട്ടൊന്ന് കഴിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ സിറ്ററിൽ ഇരുത്തി കൊടുത്തു, പിന്നെ ഞാൻ മടിയിൽ ഇരുത്തി കൊടുത്തു, പിന്നെ പുറത്ത് ഇറങ്ങി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് പിന്നെ ഞങ്ങൾ അകത്ത് കയറിയിട്ടു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറുന്ന സമയത്ത് അച്ഛമ്മ കുറച്ച് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആശാന് ചോറ് വേണം. അങ്ങനെ ചോറ് തൈരും കൂട്ടി കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ തക്കാളി കണ്ടു. അങ്ങനെ തക്കാളി കൊടുത്തു. അങ്ങനെ ആകെ മൊത്തം ഒരു കോലാഹലമായിരുന്നു. അമ്മയില്ലാത്ത ദിവസം എങ്ങനെയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കളിക്കാൻ തുടങ്ങി കേട്ടോ.